എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ചേട്ടാ, നമ്മള് ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ആരുമായിട്ടും വഴക്കിനും പോകുന്നില്ല. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആരുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വിനയം കാണിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ട്രോളും കേൾക്കേണ്ടി വരുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ആരെങ്കിലും അറിഞ്ഞാൽ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, മറ്റേ സിനിമയിൽ വന്ന് ജാടയാണ്, അതാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. ഇതിന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എൻ്റെ ഒരു സ്ഥായിയായി എനിക്കത് മാറ്റാൻ പറ്റില്ല. അതിന്റെ പേര് താനിപ്പോ ഒത്തിരി ഓവറാവുണ്ടെന്ന് കേട്ടല്ലോ. അയ്യോ, ഞാന് പ്രൂഫ്. അതെ. ഓ, തനിക്ക് നാണല്ലേ? എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴോ ഞാൻ എത്ര ഇപ്പം മാമുമായിട്ട് സംസാരിക്കുമ്പോഴോ ഞാൻ എങ്ങനെ ബലം പിടിച്ചിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ ശരിയാ, അത് നല്ല അടികൊള്ളാത്തതിന്റെ. അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതല്ലാതെ എനിക്കൊന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഫേസ് പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. അത് സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ശീലം കിട്ടിയത് ചെറുപ്പത്തിലേ ഉള്ള ഒരു ഇല്ല, ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ച് സംസാരിക്കാറ്. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട. ചിലവർക്ക് നല്ലതായോ ചീത്തയോ തോന്നിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് പെട്ടെന്ന് ഇത് മാറ്റിയിട്ട് എനിക്ക് ഗൗരവമായിട്ടിരുന്ന് സംസാരിക്കാനേ എനിക്കും അറിയില്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അല്ല, അവർ പറഞ്ഞതിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സിന് പറഞ്ഞത്, പക്ഷെ അത് 10-20 വർഷം മുമ്പ് നടന്ന സംഗതി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞ എനിക്കേ ഓർമ്മയില്ല അത് എന്തിനാ നമ്മൾ ചെയ്യുന്ന. അല്ലെങ്കിൽ ഈ ട്രോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നു, അതുകൊണ്ട് ഞാൻ നാളെ അഭിനയമൊക്കെ നിർത്തി ഞാൻ വേറെ എന്തെങ്കിലും പോവാന്ന് അങ്ങനെയും വെക്കാൻ പറ്റില്ല. ഇത് ജീവിത തൊഴിലായി കഴിഞ്ഞ 10-38 വർഷമായിട്ട് ഈ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പാർട്ട്. നമ്മൾ അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുക. അതല്ലേ ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ?